ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ റാൻഡംലി ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു ടോക്ക് വന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മുടെ അയൽവാസികളോ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാരോ ഇപ്പൊ ഒരു കറി പോലും നല്ലൊരു കറി പോലും വെക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുന്നവർ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നമുക്കറിയുന്ന ആൾക്കാരുടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് അതിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എനിക്ക് പൈസ അയച്ചു തരണമെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങളിങ്ങനെ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഒരു ടോക്ക് വന്നതുകൊണ്ട് അത് ജസ്റ്റ് ഞാൻ വീഡിയോ ആക്കി ഇട്ടെന്നേ ഉള്ളൂ. എല്ലാവരും അതൊന്നും ആരും പെട്ടെന്ന് ഇങ്ങനെ തിങ്ക് ചെയ്യാത്തവരൊന്ന് തിങ്ക് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ഇന്നലെ ഒരാള് വിളിച്ചിട്ട് അവർക്ക് പറ്റുന്നൊരു എമൗണ്ട് അയച്ചു തന്നിട്ട് എന്നോട് പറയായിരുന്നു, നീ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള 1-2 പേർക്ക് ഒരു ചിക്കനും ഫ്രൂട്ട്സും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായി. റമദാൻ മാസത്തില് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്, അതിനപ്പുറം സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് എനിക്ക് എന്താ പറയുക, ഞാൻ ഇത് പെട്ടെന്ന് വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മള് പേര് പോലും പറയാതെ പിന്നെ ഒരാള് മെസ്സേജ് അയച്ചിട്ട് അവിടെ എന്റെ അയൽവാസി ആരെങ്കിലും ആൾക്കാർ അർഹതപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അവരെ സഹായിക്കണമെന്ന് പറഞ്ഞത് അത് അത്രയും നന്മയുള്ള മനുഷ്യര് നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട് എന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി അങ്ങനെ അത്രയധികം പരിചയമുള്ള ആളൊന്നും അല്ല. എൻ്റെ നമ്പർ പോലും സേവ് ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിക്കകത്തേക്ക് എന്നെ പരിചയമുണ്ട്. അങ്ങനെ എനിക്ക് അയച്ചു തന്നതാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ കൊടുത്തോളൂ, എന്നിട്ട് എൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അവരോട് പറയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുത്താൽ മതി. അവർക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ നീ ജസ്റ്റ് കൊടുത്താൽ മതി, 1-2 പേർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ് എനിക്ക് പറ്റുന്ന എമൗണ്ട് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞ് അവർ അയച്ചു തന്നു. അൽഹംദുലില്ലാ ഞാനിപ്പോ ഫ്രൂട്ട്സും ചിക്കനും വാങ്ങിച്ചിട്ട് രണ്ട് വീട്ടില് അർഹതപ്പെട്ടത് ഏറ്റവും അർഹതപ്പെട്ടവർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കാരണം ഇതാണ് കേരള സ്റ്റോറി. ഏറ്റവും അർഹതപ്പെട്ടവർക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എന്താ വെച്ചാല് അവർക്ക് പറ്റുന്നില്ല, അവര് എന്താ പറയാ ഒരു നോൺ വെജോ ഡെയിലി കൊണ്ടുവന്ന് വെക്കാൻ പറ്റുന്നവരല്ല. പക്ഷെ എന്നാലും അവർ 4 വീട്ടിൽ പോയിട്ട് പൈസ വാങ്ങുന്നവരും അല്ല. അഭിമാന പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരാണ്, അവർക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒന്നാമത് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല എനിക്ക് സഹായിക്കണം അല്ലെങ്കിൽ ഞാൻ സഹായിക്കാൻ എനിക്ക് പൈസ അയച്ചു തരുമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് ഞാനിങ്ങനെ വീഡിയോ എടുത്ത് ഇട്ടുന്നേ ഉള്ളൂ. അപ്പൊ അത് കണ്ടിട്ട് ഒരാളിങ്ങനെ പൈസ അയച്ചു തന്നിട്ട് നമുക്കത് കൊടുക്കാനും പറ്റിയെന്ന് പറയുമ്പോൾ നമുക്കത് ഡബിൾ സന്തോഷമായി. നമ്മൾ വീഡിയോ ഇട്ടത് കൊണ്ട് ഇങ്ങനെ അവർക്ക് വീണ്ടും നമ്മൾ സഹായിക്കാൻ പറ്റി, ഇങ്ങനെ ഒരു ആൾക്കാർക്ക് ഇങ്ങനെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കാൻ പറ്റി എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കര സന്തോഷമായി.